ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹം കുഴിച്ചിട്ടുവെന്ന് വെളിപ്പെടുത്തിയ സ്ഥലങ്ങളിൽ സാക്ഷിയുമായി പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. സാക്ഷി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തി. തിങ്കളാഴ്ച രാവിലെ 11:30 മുഖംമൂടി ധരിച്ച അഭിഭാഷകനൊപ്പം ബെൽത്തങ്ങാടിയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലെത്തിയ സാക്ഷിയുടെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ ജിതേന്ദ്രകുമാർ ദയാമ രേഖപ്പെടുത്തി. ഇതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് നേത്രാവതിയിലെ സ്നാനഘട്ടിൽ അന്വേഷണ സംഘം സാക്ഷിയുമായി എത്തി തെളിവെടുപ്പ് ആരംഭിച്ചത്. 18 സ്ഥലങ്ങളാണ് സാക്ഷി തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. സാക്ഷി കാണിച്ച സ്ഥലങ്ങൾ അന്വേഷണ സംഘം പ്രത്യേകം അടയാളപ്പെടുത്തി മറ്റുള്ളവർ പ്രവേശിക്കുന്നത് തടയാൻ വേർതിരിച്ചിട്ടുണ്ട്. ഫോറൻസിക് സയൻസ് വിഭാഗം, റവന്യൂ, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ലാൻഡ് റെക്കോർഡ്സ് വിഭാഗം ജീവനക്കാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ കനത്ത സുരക്ഷയിലാണ് തെളിവെടുപ്പ് നടന്നത്. അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനം ഉപയോഗിക്കുന്ന കാര്യം പരിഗണനയിലുണ്ട്. ശനി ഞായർ ദിവസങ്ങളിലായി മുഖ്യസാക്ഷിയെ മംഗലാപുരത്തെ SIT ക്യാമ്പിൽ വിളിച്ചുവരുത്തി 15 മണിക്കൂറിലധികം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തെളിവെടുപ്പിന് ധർമ്മസ്ഥലയിലെത്തിച്ചത്. കുഴിച്ചിട്ട സ്ഥലത്ത് ഫീൽഡ് വർക്ക് തുടങ്ങിയെന്നും സ്പോട്ട് മഹസർ നടത്തുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. സാക്ഷി പറഞ്ഞ കാലയളവിൽ ധർമ്മസ്ഥലയിലുണ്ടായ ദുരൂഹ മരണങ്ങൾ, കാണാതായവർ തുടങ്ങിയവയുടെ കണക്ക് തദ്ദേശ റവന്യൂ വകുപ്പുകളുടെ സഹകരണത്തോടെ ശേഖരിക്കും. താൻ കുഴിച്ചെടുത്തത് എന്നവകാശപ്പെട്ട് സാക്ഷി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയും അസ്ഥിയും ഇതിൽ നിന്ന് ലഭിച്ച മണ്ണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ മാസം 3 മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് 25-നാണ് DGP പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കുന്നത്. ആരോപണ വിധേയർ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരായതിനാൽ അന്വേഷണത്തിന്റെ ഭാവി സംബന്ധിച്ച് ആക്ഷൻ കമ്മിറ്റിക്ക് ആശങ്കയുണ്ട്. കൈരളി ന്യൂസ്, ധർമ്മസ്ഥല.